ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഞാൻ ഇന്ന് നിങ്ങളോടായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഫിലിമിനെ കുറിച്ചാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫിലിം റോള് എന്ന് പറയുന്നത്. ഇത് 36 ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ഫിലിം റോളാണ്. 35mm ഫിലിം റോളാണ്. 120യുടെ ഫിലിം റോളും ഉണ്ടായിരുന്നു. ഫിലിമിന്റെ സ്പീഡ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ISO ആണ് അതിന്റെ മാനദണ്ഡം. ISO ഇത് പണ്ടുള്ളവരും എല്ലാം പറയുന്ന ഫിലിം സ്പീഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ISO ആണ്. ഇത് 100 ISO ഫിലിമാണ്. 200 ഉണ്ട്, 400 ഉണ്ട്, 800 ഉണ്ട്, പിന്നെ അതിന് മേളിലോട്ടുള്ളതുണ്ട്. പക്ഷെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 100, 200, 400 ISO ഉള്ള ഫിലിമുകളായിരുന്നു. ഫിലിമില് ISO 50 മുതൽ 3200 വരെ ISO സ്പീഡുകൾ ഉണ്ടായിരുന്ന ഫിലിമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലോക്കൽ മാർക്കറ്റിൽ അധികം കിട്ടില്ല. കൂടുതലും പത്രപ്രവർത്തകർക്കൊക്കെയാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്, ലോക്കലിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 36 ചിത്രങ്ങൾ എടുക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 ചിത്രങ്ങൾ അതിലേക്ക് വെറുതെ പോകും. അതിനുശേഷം നമുക്കൊരു 32 ചിത്രങ്ങൾ വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഈ സൈഡിലാണ് എൻ്റെ കെമിക്കൽ സിൽവർ ഹാലൈഡ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ലാബിൽ കൊണ്ടുപോയിട്ട് ഡാർക്ക് റൂമിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, ഡെവലപ്പർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതൊരു പഴയ ഒരു ഫിലിമാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിരിക്കുന്നത് കോണിക്കയുടെ ഇതാണ്. കോഡാക്കിൻ്റെ ഉണ്ട്, ഫിജിയുടെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കോഡാക്കിൻ്റെയും കോണിക്കയുടെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കോഡാക്കിൻ്റെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് 400, 200 കോഡാക്കിൻ്റെ. കോണിക്കയുടെ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 100 ISO ഫിലിമാണ്. ISO എന്ന് പറയുന്നത് ഫിലിമിന്റെ സെൻസിറ്റിവിറ്റിയാണ്. ഈ ലൈറ്റിനോട് ഉള്ള ഫിലിമിന്റെ സെൻസിറ്റിവിറ്റിയാണ്. ഈ ഫിലിമിൽ വന്നിരിക്കുന്ന കെമിക്കൽസിന്റെ ലെയറിംഗ് ആണ്. ആ ലെയറിങ്ങിനെ സെൻസിറ്റിവിറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് ISO എന്ന് പറയുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ഫിലിമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് 35mm 120യുടെ ഫിലിമാണ് ഉണ്ടായിരിക്കുന്നത്. മീഡിയം ഫോർമാറ്റ് ക്യാമറകളിലാണ് 120യുടെ ഫിലിം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. SLR ക്യാമറകൾ ഇത് ഈ മോഡലിലുള്ള SLR ക്യാമറകളിലും പിന്നെ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളുണ്ട്. പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകൾ അതായത് പണ്ട് കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ഇതാണ്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ക്യാമറയാണിത്. പോയിന്റ് ആൻഡ് ഷൂട്ട് എന്നാണ് പറയുന്നത്. ഈ ക്യാമറകളിലും നമ്മൾ 35mm ഫിലിമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ ISO പല റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. കൂടുതലായിട്ടും പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകളിലൊക്കെ എല്ലാവരും തന്നെ 100 ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഫിലിം 85 രൂപ 100 രൂപയാണ് ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന റേഞ്ചിൽ വന്നുകൊണ്ടിരുന്നത്. 200ഉം 400ഉം ഇതിനേക്കാൾ അല്പം കൂടി റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് നമുക്ക് എത്ര കോപ്പീസുകൾ വേണേലും നമ്മൾ ഈ നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ പിന്നെ പ്രിന്റ് അടിക്കുന്നത് എത്ര കോപ്പീസുകൾ വേണേലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ. പക്ഷേ ഈ ISO കൂടിയ ഫിലിമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അത് ഇപ്പോൾ 100 ISO ഫിലിം ആണെങ്കിൽ അതിന് ഗ്രെയിൻസ് കുറവായിരിക്കും. നോയ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗ്രെയിൻസ് അത് കുറവായിരിക്കും. അപ്പോൾ ഒരു 3200ലേക്കൊക്കെ ഉള്ള ഫിലിമൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ നല്ല ഗ്രെയിൻസ് ആയിരിക്കും. അപ്പം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ISO കൂടുതലുള്ള ഫിലിം ആകുമ്പോഴത്തേക്കും നമുക്ക് ലോ ലൈറ്റിൽ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കണം, ഇതിന്റെ ഫിലിമിന്റെ വിശേഷം ഒന്ന് കാണിക്കണം എന്നുള്ളത്. ഇത് ഒരു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഫിലിമിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.